അങ്ങനെ അതിരാവിലെ തന്നെ യാത്ര തുടരുകയാണ്. രാവിലെ ഹോം സ്റ്റേയിൽ നിന്നും തിരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കോയമ്പത്തൂരിനോട് വിട പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള റോഡുകൾ തന്നെയായിരുന്നു കോയമ്പത്തൂർ ഭാഗത്തുള്ളത്. എന്തു തന്നെയായാലും രാവിലെ കാപ്പി കുടിക്കാത്തതിനാൽ തന്നെ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ വണ്ടി ഒതുക്കുകയുണ്ടായി. രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത്. ഞങ്ങൾ കയറിയിരിക്കുന്നത് ഹോട്ടൽ ശ്രീ ശരവണ ഭവനിലാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര പിന്നീട് തുടരുന്നത്. അതിരാവിലെ തന്നെ തിരക്കില്ലാത്ത തമിഴ്നാട്ടിലെ റോഡുകളിലൂടെയുള്ള യാത്ര മനോഹരം തന്നെയായിരുന്നു. ഇരുവശങ്ങളിലും നിറയെ കൃഷിപ്പാടങ്ങളായിരുന്നു. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളിലൂടെയുള്ള യാത്ര മനോഹരം തന്നെയാണ്. കാരണം ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ, പ്രത്യേകിച്ചും പുളിമരങ്ങളൊക്കെ നൽകുന്ന തണലെന്ന് പറയുന്നത് ഇപ്പോൾ വെയിൽ വരുന്ന സമയമല്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിലുള്ള കാഴ്ചകൾ ഒരുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ റോഡുകൾ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ മനോഹരമായ വലിയ തിരക്കില്ലാത്ത റോഡിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തന്നെ മുതുമല ടൈഗർ റിസർവിന്റെ ഭാഗമായ റോഡുകളാണെന്ന് തോന്നുന്നു. പല ഭാഗത്തും വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സിമ്പലുകൾ ഉണ്ടായിരുന്നു. ഇതുതന്നെയായാലും അധികം സ്പീഡില്ലാതെ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഏതോ ഒരു ക്ഷേത്രം കണ്ടു. അല്പം വലിയ ക്ഷേത്രമാണ്, ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നൊരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും വിൽക്കുന്ന ഒരു കട കണ്ടു. അവിടെ കയറി എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് കരുതി. പക്ഷേ കേരളത്തിനെക്കാട്ടിയും വില കൂടുതലായിരുന്നു അവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും. അവിടെ നിന്നും ഒരു കൂളിംഗ് ഗ്ലാസ് മാത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും ഒരു ടിക്കറ്റ് തരുന്നുണ്ട്. വേറെ ഫീസൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഇത് സത്യമംഗലം ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ നിന്നും നമ്മുടെ വണ്ടി നമ്പർ വെച്ച് ഒരു ടിക്കറ്റ് തരുന്നുണ്ട്. നമ്മൾ ഇതിലെ പാസ് ചെയ്ത് പോയി എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ടിക്കറ്റ് തന്നിരിക്കുന്നത്. നീണ്ടു നിവർന്നു കിടക്കുന്ന സത്യമംഗലം ടൈഗർ റിസർവിന്റെ ഈ റോഡിലൂടെ തന്നെ മുന്നോട്ട് സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്നത് 27 ഹെയർ പിൻ ബെൻഡുകളോട് കൂടിയ റോഡിലേക്കാണ്.
ഇത് തമിഴ്നാട്ടിൽ തന്നെ ദിമ്പത്തേക്ക് പോകുന്ന റോഡാണ്. നല്ല ഹൈ റേഞ്ച് കയറ്റം തന്നെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. എന്തു തന്നെയായാലും 27 ഹെയർപിൻ ബെൻഡ് താണ്ടി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. രാവിലെ ആയതിനാൽ തന്നെ ചില ഭാഗത്തൊക്കെ കോട മൂടിക്കിടപ്പുണ്ടായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ തന്നെ സത്യമംഗലം ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ റോഡ്. അതുപോലെ ഇരുവശങ്ങളിലും കാടാണ്, വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ള റോഡ് തന്നെയാണ് ഇത്. എന്തു തന്നെയായാലും ഞങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ രാവിലെ കോയമ്പത്തൂരിൽ നിന്നും തിരിച്ച യാത്ര ഏകദേശം 2 മണിക്കൂറോളം എടുത്തുകൊണ്ട് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ലിമിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കർണാടകയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. കർണാടക, സൗത്ത് ഇന്ത്യയിലെ കർണാടക. അങ്ങനെ കർണാടകയിലേക്ക് വെൽക്കം ചെയ്യുന്ന വെൽക്കം ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്നും അല്പം ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷമാണ് നമ്മൾ കർണാടകയിലേക്ക് കയറുന്നത്.
നമ്മൾ തമിഴ്നാട്ടിലൂടെ ഓടി വന്ന അതേ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ കർണാടകയിൽ എത്തുമ്പോൾ ഈ ഫോറസ്റ്റിന്റെ പേര് മാറുന്നുണ്ട്. ഇത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ കീഴിൽ വരുന്ന ഈ റോഡിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇടയ്ക്ക് ചില ആൾവാസമുള്ള മേഖലകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ചില വിജനമായ ഭാഗവും കൂടുതലാണ്. അങ്ങനെ മനോഹരമായ കർണാടകയിലെ റോഡുകളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗുണ്ടൽപേട്ടിലാണ്. കർണാടകയിൽ ഗുണ്ടുലുപേട്ട എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഗുണ്ടൽപേട്ട്. അങ്ങനെ ഗുണ്ടൽപേട്ടിൽ നിന്നും ഞങ്ങൾ ലെഫ്റ്റിലേക്ക് പോവുകയാണ്. ഈ റൂട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പോകേണ്ട ഹിമവൽ ഗോപാൽ സ്വാമി ഹിൽ. കേരളത്തിൽ ഓണ സമയത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്ന കർണാടകയിലെ ഒരു ഭാഗമാണ് ഗുണ്ടൽപേട്ട്. തമിഴ്നാട്ടിൽ അത് ഗൂഡല്ലൂരൊക്കെയാണ്. അങ്ങനെ ഗുണ്ടൽപേട്ടിൽ തന്നെ പൂക്കളും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്ന ഇരുവശങ്ങളിലെയും മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഭാഗത്തുകൂടി ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. കർണാടകയൊക്കെ കയറുമ്പോൾ ചൂട് അല്പം കൂടുതൽ തന്നെയായി തോന്നി. അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ കരിക്കുമെല്ലാം വാങ്ങി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും സഞ്ചരിക്കുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇരുവശങ്ങളിലും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. പല കൃഷികളും കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പുതിയ കൃഷികൾക്ക് വേണ്ടി നിലം ഒരുക്കിയിട്ടിരിക്കുന്നതും ചിലടത്ത് പുതിയ കൃഷി ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും പുകതുപ്പി പോകുന്ന കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഈ കാണുന്ന ആർച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു? ഇതാണ് ഹിമവൽ ഗോപാൽ സ്വാമി ഹില്ല്, അതായത് ഹിമവൽ ഗോപാൽ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആർച്ച്. ഇവിടെ നിന്നും വലത് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അതായത് നമ്മൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ നിന്നും വലത്തേക്കാണ് പോകേണ്ടത്. ക്ഷേത്രത്തിന് തന്നെ വലിയൊരു കമാനം നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഹിമവൽ ഗോപാൽ സ്വാമി ഹിൽ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ്. ഹിമവൽ ഗോപാൽ സ്വാമി ഹില്ലിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിമവൽ ഗോപാൽ സ്വാമി എന്നൊരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്താലും ആദ്യം നമ്മൾ കാണുന്നത് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന കിലോമീറ്ററുകളോളം കണ്ണിന്റെ കാഴ്ചയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ, എല്ലാ യാത്രികരും എല്ലാ സഞ്ചാരികളും ഇഷ്ടപ്പെടുന്ന ആ മനോഹരമായ വഴിയിലേക്കാണ് നമ്മൾ ഇനി ചെല്ലുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ റോഡ് തന്നെയാണ്. പണ്ടെങ്ങോ ഏതോ റീൽസിൽ കണ്ടുമറഞ്ഞ അതിമനോഹരമായ ആ ഒരു ഷോട്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ആ ഷോട്ട് തേടിയുള്ള യാത്രയായിരുന്നു ഇത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അങ്ങനെ ഇവിടെ സഫലമാവുകയാണ്. ഈ വഴിയിലെത്തി ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഹിമവൽ ഗോപാൽ സ്വാമി ഹില്ലിലേക്ക് പോകുന്ന ആ നല്ല റോഡിലെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും മുൻപിലേക്ക് സഞ്ചരിക്കുകയാണ്.
ഒത്തിരി കൃഷി ചെയ്യുന്ന ഭാഗമാണ് ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ വരുന്ന ഭാഗത്ത് പല ഭാഗത്തും പൂക്കളുടെ കൃഷിയെല്ലാം കഴിഞ്ഞ പാടങ്ങളാണ് കാണാൻ കഴിഞ്ഞെങ്കിലും ഇടവിട്ട ഭാഗത്തെല്ലാം സൂര്യകാന്തി പൂക്കൾ ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് വീഡിയോ പകർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുൻപോട്ട് സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹിമവൽ ഗോപാലസ്വാമി ഹില്ലിലേക്ക് കയറേണ്ട ആർച്ചിന്റെ മുൻപിലാണ്. ഇവിടം വരെ മാത്രമേ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അതിനുശേഷം കർണാടക സ്റ്റേറ്റിന്റെ ബസ്സിലാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ബസ് അല്ലെങ്കിൽ അവരുടെ തന്നെ ഫോറസ്റ്റിന്റെ ജീപ്പിന്റെ സൗകര്യവും ലഭ്യമാണ്. അങ്ങനെ നല്ല നട്ടുച്ച നേരത്ത് നല്ല വെയിലുള്ള സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 365 ദിവസവും കോട മൂടിക്കിടക്കുന്ന മലമുകളാണ് ഹിമവൽ ഗോപാലസ്വാമി ഹിൽ. ഈ പറയുന്ന പോലെ കോട എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ അല്പം ഭാഗ്യം കൂടി വേണം. ഞങ്ങൾക്ക് ആ ഭാഗ്യം അല്പം കുറവായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നെങ്കിലും വെയിൽ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടയുടെ അളവ് വളരെ കുറവ് തന്നെയായിരുന്നു. എന്തു തന്നെയായാലും അരമണിക്കൂറോളം നീണ്ട ക്യൂ ഞങ്ങൾ നിൽക്കുകയുണ്ടായി. അതിനുശേഷമാണ് ടിക്കറ്റ് കിട്ടുന്നത്. ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ആർച്ചിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ അകത്ത് കയറിയാലും ക്യൂ നിൽക്കേണ്ടതുണ്ട്. കാരണം ബസ് വരാനുണ്ട്. ഒരു 4ഓളം ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 2.5-3 കിലോമീറ്ററോളം മുകളിലേക്ക് സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട്, അതായത് ഞങ്ങൾ ബസ്സിൽ കയറി മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ചാർജ് തന്നെയാണ് 60 രൂപ. അതിനുശേഷം ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹിമവൽ ഗോപാലസ്വാമി ഹില്ലിന്റെ മുകളിലേക്ക് പോകുകയാണ്. പോകുന്ന വഴി നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഭാഗ്യമുണ്ടെങ്കിൽ ഒത്തിരിയേറെ ആനകൾ താഴ്വാരത്ത് മേയുന്ന കാഴ്ചകൾ കാണാവുന്നതാണ്. അതുപോലെ ചില സമയത്ത് ബസ്സിനോട് ചേർന്ന് ആനകൾ വന്നു നിൽക്കുന്നതും ഇവിടെ പതിവാണ്. എന്തു തന്നെയായാലും നമുക്ക് ആ കാഴ്ചകളൊന്നും കിട്ടിയില്ല.
അങ്ങനെ കർണാടകയുടെ ബസ്സിൽ സഞ്ചരിച്ച് ഞങ്ങൾ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഹിമവൽ ഗോപാൽ സ്വാമി ഹിൽസ്. കർണാടകയിൽ ഇത് ഹിമവൽ ഗോപാൽ സ്വാമി ബേട്ട എന്നാണ് അറിയപ്പെടുന്നത്. ബേട്ട എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം. ഹിമവൽ ഗോപാൽ സ്വാമി ബേട്ട ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിൽ 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഹിമവൽ ഗോപാൽ സ്വാമി ഹിൽസ് എന്ന നമ്മുടെ ഹിമവൽ ഗോപാൽ സ്വാമി ടെമ്പിൾ. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇവിടം. ഹിമവൽ ഗോപാൽ സ്വാമി കുന്നുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇവിടം എന്ന് പറഞ്ഞില്ലേ. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്ത് തന്നെയാണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി കാണപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടം. ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷം മുഴുവനും കുന്നുകളെ മൂടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടം. കോടമഞ്ഞും മഴയും വെയിലും എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റുമെല്ലാം ഇവിടെ എത്തിയാൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാവുന്നതാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. AD 1315 ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ ശരിക്കും വർഷം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 714 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. അങ്ങനെ AD 1315 ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൽ വരുന്നത് മാത്രമല്ല, ഏത് ജാതി മതസ്ഥർക്കും ഇവിടെ എത്താവുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ, ഈ പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകൾ കാണാൻ ആർക്കും ഇവിടെ എത്താവുന്നതാണ്. പശ്ചിമഘട്ട മലനിരയുടെ കോർ സോണിലാണ് ഹിമവൽ ഗോപാൽ സ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായതിനാൽ തന്നെ മലനിരകളിൽ എപ്പോഴും കാട്ടാനകൾ എത്തുന്നത് പതിവാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ഹിമവത് ഗോപാൽ സ്വാമി ബേട്ട. വർഷത്തിൽ ഭൂരിഭാഗവും മൂടൽമഞ്ഞ് നിറഞ്ഞ ഈ ഭാഗത്ത് എന്തുകൊണ്ട് ഈ പേര് വന്നത് വെച്ചാൽ, ഹിമവത് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ് എന്നാണ് അർത്ഥം, ബേട്ട എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം. ഗോപാലസ്വാമി അവിടുത്തെ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയെയാണ് സൂചിപ്പിക്കുന്നത്. ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം മനോഹരമായ കാഴ്ചകളുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇതിനെ തെക്കൻ ഗോവർദ്ധനഗിരി എന്നും കമലാചല എന്നും വിളിച്ചിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 4770 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിലാണ് രൂപം പ്രാപിച്ചത്. അഗസ്ത്യ എന്ന മുനിയാണ് ഈ ക്ഷേത്രത്തിൽ ഗോപാലസ്വാമി എന്ന കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഹൊയ്സാല കാലഘട്ടത്തിലെ 1315 നിർമ്മിച്ച ഈ ക്ഷേത്രം വടക്കോട്ട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. AD 1315 ചോള രാജാവായ ബെല്ലാല രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിൽ വേണുഗോപാല ഭഗവാന്റെ കടുത്ത ഭക്തരായിരുന്ന മൈസൂരിലെ തന്നെ വോഡയാർ വംശവും മലക്ഷേത്രം പരിപാലിക്കുന്നതിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു.
നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ കരകൗശല വിദഗ്ധരുടെ വാസ്തുവിദ്യയുടെയും കലാപരമായ വൈഭവത്തിന്റെയും പ്രതിരൂപമായി ഈ ദേവാലയം നിലകൊള്ളുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണ് അടങ്ങിയിരിക്കുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് 6 അടി ഉയരമാണുള്ളത്. ഇടതു പെരുവിരൽ ഊന്നി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹം തന്നെയാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൃഷ്ണ ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ തന്നെ പ്രസാദവും വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്രത്തിനോട് വിട പറയുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മനോഹരമായ കുന്നുകളും സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകടികളും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആകർഷണമായ വാസ്തുവിദ്യയുമെല്ലാം കണ്ടുകൊണ്ട് ഒരു സഞ്ചാരി എന്ന നിലയിൽ മാത്രമല്ല, ഒരു തീർത്ഥാടകൻ എന്ന നിലയിൽ കൂടി ഓരോ സഞ്ചാരിക്കും ഇവിടെ എത്തിച്ചേരാനും ഇതെല്ലാം ആസ്വദിക്കാവുന്നതുമാണ്. സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ് ഹിമവൽ ഗോപാലസ്വാമി കുന്നുകൾ. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നുന്നത് ഇവിടെ കാക്കകൾ കാണില്ല എന്ന് തന്നെയാണ്. എന്തൊക്കെയോ ഐതിഹ്യം പറയുന്നുണ്ട്. ഒരിക്കലും ഒരു കാക്ക ഈ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ വന്ന് മുങ്ങുകയും അത് പിന്നെ ഹംസമായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കാക്കകൾ കാണില്ലെന്നാണ് വിശ്വാസം. അങ്ങനെ എന്തായാലും ക്ഷേത്രത്തിലെ കാഴ്ചകളും ചുറ്റുപാടുള്ള മനോഹരമായ കാഴ്ചകളും പ്രകൃതി ഒരുക്കിയ വൈവിധ്യങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ ഹിമവൽ ഗോപാലസ്വാമി കുന്നുകളിൽ നിന്നും വിട പറയുകയാണ്. കർണാടക സ്റ്റേറ്റിന്റെ ബസ്സിൽ തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സ്വപ്നം കണ്ട ഹിമവൽ ഗോപാലസ്വാമി ഹിൽ എന്ന കർണാടകയിലെ ആ സ്ഥലത്തിന്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ തുടരുന്നതാണ്, അതുപോലെ തന്നെ കാഴ്ചകളും തുടരുന്നതാണ്.